ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ 486ാമത് വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ബ്ലസൻ എബ്രഹാം. ഇന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള കളുത്തിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിന്ന് ഒരു വീട് കാണാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ബെല്ലൈക്കണും ഞെക്കുക. നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭിക്കുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്മളിതാ നമ്മുടെ പ്രോപ്പർട്ടിയുടെ തൊട്ട് മുന്നിലായിട്ട് എത്തിയിരിക്കുകയാണ്. അതിമനോഹരമായ ഇരുനില വീടാണ്. 6.11 സെൻറ്റിൽ 2335 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമുകളുള്ള വീടാണ്. നമുക്കിതിൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. നമ്മൾ സിറ്റ് ഔട്ടിൽ കാർ പോർച്ച് എന്നിവയെല്ലാം ഉണ്ട്. വളരെ മനോഹരമായ ഒരു എൻട്രൻസാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ ആ ഒരു പരിസരവും പ്രദേശമൊക്കെ കാണുന്ന മുമ്പായിട്ട് നമുക്ക് വീടിൻ്റെ ഉൾവശം ഒന്ന് കണ്ടിട്ട് നമുക്ക് ബാക്കിയുള്ള വീടിൻ്റെ ബാക്ക് വശമൊക്കെ ഒന്ന് കാണാൻ പോകാം. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പ്രവേശിക്കുന്ന മുമ്പായിട്ട് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കളുത്തിപ്പടി ജംഗ്ഷനിലോട്ടുള്ള ദൂരം. തൊട്ടടുത്തുള്ള ജംഗ്ഷനാണ്. പൊൻപള്ളി കളുത്തിപ്പടി റൂട്ടിലാണ് ഈ വീട് നിലകൊള്ളുന്നത്. വീടിൻ്റെ തൊട്ടടുത്തായിട്ട് ബസ് സ്റ്റോപ്പുണ്ട്. 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കളുത്തിപ്പടി ജംഗ്ഷനിലോട്ടുള്ള ദൂരം. നമ്മളിപ്പോൾ കയറി നിൽക്കുന്നത് ലിവിങ് ഏരിയയിലാണ്. നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ്. സ്റ്റെയർ കേസും അതോടൊപ്പം തന്നെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ലിവിങ് ഏരിയയാണ്. നല്ല വ്യത്യസ്തമായ രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റെയർ കേസും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. വീടിന് അധികം പഴക്കമൊന്നുമില്ല. പണിതിന് ശേഷം ഇതിൻ്റെ ഉടമസ്ഥർ ഇത് താമസിക്കാൻ വേണ്ടി പണിതാണ്. എന്നാൽ അവർ വിദേശത്തേക്ക് പോയതിനാൽ അവർ ഇത് വിൽക്കുവാനായിട്ട് ഇട്ടിരിക്കുകയാണ്. 2.9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കോട്ടയം ടൗണിലോട്ടുള്ള ദൂരം. കിച്ചണും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, വളരെ മനോഹരമായി തന്നെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. സ്റ്റോർ റൂമും കാര്യങ്ങളും എല്ലാം തന്നെ അവിടെ നൽകിയിട്ടുണ്ട്. ഈ കിച്ചണിൽ നിന്ന് തന്നെ നമുക്ക് ഡൈനിങ്ങിലേക്ക് സെർവ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ വിൻഡോയ്. ആ ഡൈനിങ്ങിൻ്റെ ഏരിയ നമുക്ക് ആ ഒരു പോർഷനിൽ വന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊരു റൂമായിട്ടാണ് ചെയ്തെങ്കിലും ഇവരത് ഡൈനിങ് ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് താഴത്തെ നിലയിൽ 1 ബെഡ്റൂം പ്ലസ് ഡൈനിങ് ഏരിയ, കിച്ചൺ, ലിവിങ് ഏരിയ, അങ്ങനെയുള്ള ഒരു വിശാലമായ ഒരു ഏരിയ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കിച്ചൻ്റെ ഒരു സ്റ്റോർ റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അവിടെ വുഡൻ ഡോറുകളും മറ്റുമൊക്കെ നൽകി നന്നായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത് 2ാമത്തെ അടുക്കളയാണ്. ഇവിടെ നേരെ വെളിയിലോട്ട് ഇറങ്ങുന്ന സ്റ്റെപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റോറേജ് പ്ലേസും കബോർഡ് വർക്കുകളും എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ ഡോറുകളും വുഡൻ്റെ നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന വുഡൻ ഡോറുകളാണ് ഇത് വീടിന് നൽകിയിരിക്കുന്നത്. ഫ്ലോറിംഗ് ഒക്കെ ആണെങ്കിലും നല്ല മനോഹരമായി തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. പ്ലംബിംഗ്, ഇലക്ട്രിക് വർക്കുകളെല്ലാം നല്ല ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ ലിവിങ് ഏരിയയിൽ എത്തിയിരിക്കുകയാണ്. നമുക്കിനി ആ ഒരു ഫസ്റ്റ് റൂമൊന്ന് കാണാം. ഇതാണ് നമ്മുടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഡൈനിങ് ഏരിയ. അതിൽ വാഷ് ബേസിനും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. ഒരു കബോർഡും അവിടെ നൽകിയിട്ടുണ്ട്. നമ്മൾ ആ കിച്ചണിൽ നിന്ന് നോക്കിയ ആ ഒരു സ്പേസാണ് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലൊരു വിൻഡോ അവിടെ നൽകിയിട്ടുണ്ട്. നേരെ കറങ്ങി വരാതെ ഇവിടുന്ന് തന്നെ ഫുഡ് നമുക്ക് ഡൈനിങ് ടേബിളിലേക്ക് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ താമസിക്കാനായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീട് തന്നെയാണ്. ഇതാണ് നമുക്കൊരു കോമൺ ബാത്റൂം ഇവിടെ വരുന്നത്. കോമൺ ബാത്റൂം നമുക്ക് ഇടതുവശത്തായിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല വിശാലമായൊരു ബാത്റൂം തന്നെയാണ്. നമുക്ക് വീടിൻ്റെ മറ്റു ഭാഗങ്ങളും കാണാം. നമ്മുടെ ആ ഫസ്റ്റ് ബെഡ്റൂം, താഴത്തെ നിലയിലുള്ള ഫസ്റ്റ് ബെഡ്റൂമാണിത്. 3 പാളിയുടെ ജനാലകൾ 2 വശത്തായിട്ട് കൊടുത്തേക്കുന്നൊരു ധാരാളം വെളിച്ചം നമുക്ക് ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് ഈ ഒരു ബെഡ്റൂമിൽ ലഭിക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. AC-യുടെ പോയിൻറ്റുകളും മറ്റുമൊക്കെ നൽകിയിട്ടുണ്ട്. ഫ്ലോറിങ് ടൈലുകളും അതുപോലെ തന്നെ ബാത്റൂമിനും ഷവറും അതുപോലെ തന്നെ എക്സോസ്റ്റ് ഫാന്, വാഷ് ബേസിൻ്റെ കാര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് താഴത്തെ ഫ്ലോറിലുള്ള ഡൈനിങ് റൂമും അതുപോലെ തന്നെ ലിവിങ് ഏരിയ, ഡൈനിങ് ഏരിയ, ബെഡ്റൂംസ് ഇതെല്ലാം താഴത്തെ ഫ്ലോറിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. താഴത്തെ ഫ്ലോറിൽ 2 ടോയ്ലറ്റ്, ഒരു ബെഡ്റൂം, ഡൈനിങ് ഏരിയ എന്നിവയെല്ലാം നൽകിക്കൊണ്ട് നമുക്കിനി മുകളിലത്തെ നിലയിലേക്കൊന്ന് പോകാം. മുകളിലത്തെ നിലയിലേക്ക് സ്റ്റെയർ കേസൊക്കെ വളരെ ഗുണമേന്മയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് സ്റ്റീലും ഗ്ലാസ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വീതിയുള്ള സ്റ്റെയർ കേസാണ്. മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നല്ല വിശാലമായ ഒരു ലിവിങ് ഏരിയയാണ്. നല്ല വെട്ടവും വെളിച്ചവും അത്യാവശ്യം നന്നായി തന്നെ നമുക്ക് ആ ഒരു ഏരിയ ലഭിക്കുന്നുണ്ട്. മുകളിലത്തെ നിലയിൽ 3 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ കളത്തിപ്പടിയെ പറ്റിയൊക്കെ കൂടുതൽ പറയാനായിട്ട് ഉള്ളതെന്ന് പറയാൻ ഗിരിദീപം സ്കൂള്, പള്ളിക്കുണ സ്കൂള്, പിന്നെ അതുപോലെ തന്നെ മെയിൻ ഒരു ജംഗ്ഷൻ തന്നെയാണ് കളത്തിപ്പടി. ആദ്യം ഫ്ലാറ്റുകളും മറ്റുമൊക്കെ ഉയർന്നു വന്ന ഒരു ഏരിയ എന്ന് വേണേൽ പറയാം കളത്തിപ്പടിയിൽ. പിന്നെ ബാങ്കുകൾ, ഫെഡറൽ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് എന്ന് വേണ്ട ഒരുമാതിരിപ്പെട്ട എല്ലാ ബാങ്കുകളും അതുപോലെ ഇഷ്ടംപോലെ ഷോറൂമുകളും ബൈക്കിൻ്റെയൊക്കെ ആണെങ്കിലും വർക്ക്ഷോപ്പുകൾ, നല്ലൊരു ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ തന്നെ വേണം പറയാം കളത്തിപ്പടി. ഇപ്പം നമ്മൾ മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടന്നു. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു ബെഡ്റൂമാണ് മുകളിലത്തെ നിലയിൽ കൊടുത്തിരിക്കുന്നത്. വുഡൻ ഡോറാണ്, ഒപ്പം ഗ്ലാസും നൽകിയിട്ടുണ്ട്. അതിന് ഞാൻ പറഞ്ഞല്ലോ എല്ലാ ഡോറുകളും എല്ലാം നൽകിയിരിക്കുന്നത് വുഡൻ ഡോറുകളാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് അടുത്തൊരു ബാത്റൂമാണ് നമുക്ക് മുകളിലത്തെ നിലയിൽ. എല്ലാം സെയിം പാറ്റേൺ ആണ് ടൈലൊക്കെ നൽകിയിരിക്കുന്നത്. ഇവിടുത്തെ മുകളിലത്തെ നിലയിൽ ഫ്ലോറിങ്ങിനൊരു മറ്റൊരു പ്രത്യേകത അതിൻ്റെ വുഡൻ ഫിനിഷോട് കൂടിയ ടൈലുകളാണ് മുകളിലത്തെ നിലയിൽ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമില്ല, കോമൺ ബാത്റൂമാണ്. പക്ഷേ ഇതിന് ഒരു കബോർഡ് വർക്കും അതോടൊപ്പം തന്നെ ഒരു ബാൽക്കണിയും നമുക്ക് ഈ ഒരു ബെഡ്റൂമിന് കാണുവാനായിട്ട് കഴിയും. ഇവിടുത്തെ ഈ റൂമിലെല്ലാം മറ്റൊരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നല്ല വെളിച്ചം എല്ലാ റൂമിലേക്കും പകൽ സമയങ്ങളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം അതുപോലെ വിൻഡോകൾ നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് ആ ഒരു ഡോറ് തുറന്ന് നമുക്ക് ആ ഒരു ബാൽക്കണിയും കൂടി ഒന്ന് കാണാം. ഇവിടെയും നമുക്ക് എല്ലാം ഈ ബാൽക്കണി എല്ലാം നല്ല ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗ്രില്ലൊക്കെ ഉപയോഗിച്ച് നല്ല ബന്ധവസാണ്. ഇതാണ് നമ്മുടെ ആ ഒരു പുറത്തെ ആ ഒരു ബാൽക്കണി, ഓപ്പൺ ടെറസ് എന്ന് പറയുന്നത്. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഓപ്ഷനും എല്ലാം നൽകിയിട്ടുണ്ട്. എല്ലാം നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു ഏരിയയാണ് ഈ കളത്തിപ്പടിയുടെ. എന്നാൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു ഓപ്ഷനൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഒരു ടെറസിൻ്റെ, ഈ ഓപ്പൺ ടെറസിൽ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മുകളിലത്തെ നില രണ്ടാമത്തെ ബെഡ്റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നിവിടെ ഫസ്റ്റ് ബെഡ്റൂം, തൊട്ടിപ്പുറത്തെ ബെഡ്റൂം. ഇവിടെയാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലൊരു വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. ഇതും നല്ല വിശാലമായൊരു ബെഡ്റൂം. ഇവിടെ കബോർഡുകളൊക്കെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഒരു മെയിൻ കബോർഡാണ്, വലിയ വലിപ്പമുള്ള മോള് വരെ എത്തുന്ന വലിയ ഒരു ബെഡ്റൂം കബോർഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും കൂടിയ ഒരു ബെഡ്റൂമാണിതും.
ഡോറിനോട് ചേർന്ന് തന്നെയാണ് നമുക്ക് മുകളിലത്തെ ആ ഒരു ബെഡ്റൂമിലെ ബാത്റൂം നൽകിയിരിക്കുന്നത്. നമുക്കത് തുറന്നൊന്ന് കാണാം. ഇവിടെ മറ്റൊരു രീതിയിലുള്ള ടൈൽ ഉപയോഗിച്ചാണ് ഇതിൻ്റെ വോള് ചെയ്തിരിക്കുന്നത്. ഇവിടെയും എക്സോസ് ഫാനും അതോടൊപ്പം തന്നെ വാഷ് ബേസിനും എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലിവിംഗ് ഏരിയ ഒരു ഗ്ലാസ് കബോർഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ സ്റ്റെയർകേസ് കയറി വന്നാൽ ഇവിടെ ഒരു താഴത്തെ പോലെ തന്നെ നല്ല മനോഹരമായ ഒരു ഡോറ് ബാൽക്കണിയിലോട്ട് ഇറങ്ങുന്നിടത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോറ് തന്നെയാണ്. നമ്മുടെ പഴയകാല ഒരു ഓർമ്മ വരുന്ന ഒരു ഡോർ തന്നെയാണ്. ഒത്തിരി കുത്തിയും കൊളുത്തും പിന്നെ പ്രധാന ഡോർ തന്നെയാണല്ലോ. അതായത് ഈ ബാൽക്കണീൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് ഇവിടുന്ന് കാണുവാൻ കഴിയും. എന്നാൽ ഇവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു പ്രൈവസിയിൽ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കാണാം. ചെറിയൊരു മറയൊക്കെ നൽകി, എന്നാൽ അത്യാവശ്യം നമുക്ക് പുറമെ കാണാവുന്ന രീതിയിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഏകദേശം ഐഡിയ നിങ്ങൾക്ക് ലഭിച്ചു കാണും. ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ നിങ്ങൾ എത്രയും വേഗം സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ഇതിൻ്റെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിലയും വിവരങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ ക്യാപ്ഷനിലും തമ്പനയിലും കൊടുത്തിട്ടുണ്ടാവും. മറ്റ് സൗകര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൗണിലേക്ക് എല്ലാം പോകാനായിട്ട് പെട്ടെന്നുള്ളൊരു ആക്സസ് നമുക്ക് ഇവിടുന്ന് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കൽച്ചപ്പി ജംഗ്ഷനിലോട്ടൊക്കെ 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളിതാ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ബാക്കിയുള്ളൊരു ഭാഗം കൂടെ ഓടിച്ചൊന്ന് കാണാം. മാവ്, അത്യാവശ്യം റംബൂട്ടാൻ, അങ്ങനെയുള്ള ചെറിയ ചെറിയ മരങ്ങളൊക്കെ വീടിൻ്റെ ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാളും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. ബാക്ക് വശത്തൊരു വാളുണ്ട്. പക്ഷേ ഈ പറയുന്ന വലിയ ഹൈറ്റൊന്നുമല്ല, എന്നാലും നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്ന നല്ല കല്ലിന്മേൽ പണിതിരിക്കുന്ന ഒരു പുറകിലൊരു വാളുണ്ട്. കറിവേപ്പ് ഒക്കെ നന്നായി നിൽക്കുന്നു. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും നമുക്ക് ആ ഒരു കറിവേപ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഒരു മുരിങ്ങയൊക്കെയുള്ള ഒരു നല്ലൊരു മാവ്, 2-3 ടൈപ്പ് മാവ് ഇവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. നമ്മുടെ അടുക്കളയുടെ ഭാഗമാണിത്. ഇപ്പോൾ കായ്ക്കുന്ന മാവാണ്, പക്ഷേ ഇപ്പം ഈ സമയത്ത് ഞാൻ കായൊന്നും കണ്ടില്ല. ഓക്കെ, നമ്മുടെ വീടിൻ്റെ വശത്തൂടെ ഒരാൾക്ക് നടന്നു പോകുന്ന രീതിയിലുള്ള ഒരു പാസേജ് നമുക്ക് പുറകിലത്തെ ആ ഒരു ഏരിയ കിട്ടുന്നുണ്ട്. ഇതാണ് റംബൂട്ടാൻ മാവ്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ എത്രയും വേഗം നമ്മളെ കോൺടാക്റ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി പറയട്ടെ, അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എൻ്റെ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഞെക്കുക. നിങ്ങൾക്ക് വീടുകൾ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഇനിയും കൂടുതലായിട്ടൊന്നും ഞാൻ പറഞ്ഞ് വീഡിയോ നീട്ടുവാൻ ആഗ്രഹിക്കുന്നില്ല. അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോഴേയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, IBAയുടെ 2ാമത് സംസ്ഥാന മഹാസമ്മേളനം ഈ വരുന്ന ഏപ്രിൽ മാസം 26-ാം തീയതി ശനിയാഴ്ച മലപ്പുറം കോട്ടക്കൽ വെച്ച് നടക്കുകയാണ്. നിങ്ങളെല്ലാവരും അതിലേക്ക് ക്ഷണിച്ചു വിടുന്നു. താങ്ക് യു.